ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും നല്ല ഗട്ട് ഹെൽത്തിനും ഫാറ്റ് ലോസിനും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഹൈ പ്രോട്ടീൻ പ്രോബയോട്ടിക് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും ഫാറ്റ് കുറയ്ക്കാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കൂടെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ശരീരം സ്ട്രോങ് ആക്കാനും മെറ്റബോളിസം എൻഹാൻസ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് നന്നാക്കാനും സഹായിക്കുന്നതുമാണ്. കൂടെ തന്നെ ഒരു പച്ചമുളകും അല്പം ഫ്ലേവറിനും റിഫ്രഷിങ്ങിനുമായിട്ട് കുറച്ച് മല്ലിയിലയും അതിൻ്റെ നേർപകുതി മിൻറ്റ് ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനൊപ്പം കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്കിന് നല്ല അരോമയും ടേസ്റ്റും കിട്ടാനായിട്ട് ഒരു പിഞ്ച് റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ബ്ലോട്ടിംഗ് കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് വയറൊന്ന് തണുപ്പിക്കാനും ശരീരത്തിന് ഒരു റിഫ്രഷ് ഫീല് നൽകാനും ഈ ഡ്രിങ്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. കൂടെ തന്നെ അല്പം ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത ചിയ സീഡ്സ് കൂടെ ചേർത്ത് നമ്മുടെ ഡ്രിങ്ക് ഒന്ന് ചില്ലാക്കി എടുക്കാം. അതാ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ പ്രോബയോട്ടിക് ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായ ഹെൽത്തി ഡ്രിങ്ക്സ് ദിവസവും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വയറിലെ നല്ല ബാക്ടീരിയ വർദ്ധിക്കാനും ഫാറ്റ് ലോസ് നാച്ചുറലി ഈസി ആകാനും സഹായിക്കുന്നതുമാണ്. പ്രോബയോട്ടിക് ഡ്രിങ്കിൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.